നമസ്തേ, ഞാൻ ഗീതാശിവൻ. ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് ഏവർക്കും സുസ്വാഗതം. 25/4/2025 നക്ഷത്ര വിശേഷങ്ങളും അതിൻ്റെ ഗുണദോഷങ്ങളും പറയുകയാണ് ഞാൻ ചെയ്യുന്നത്. 25/4/2025 വെള്ളിയാഴ്ച ഉരുട്ടാതി നക്ഷത്രമാണ്. 6:48 ഉള്ളത്. അതായത് 8:55 ആകുമ്പോൾ തീരും. അതിനുശേഷം ഉത്രട്ടാതി നക്ഷത്രം തുടങ്ങും. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ വ്യാഴമാണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് വ്യാഴദശയിലാണ് ജനനം. ജനിച്ച സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വ്യാഴദശ എത്ര നാൾ കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ വ്യാഴം ആണ്. വ്യാഴം 16 വർഷമാണുള്ളത്. അത് കഴിഞ്ഞ് ശനി 19 വർഷം, ബുധൻ 17 വർഷം, കേതു 7 വർഷം, അതുപോലെ ശുക്രൻ 20 വർഷം, ആദിത്യൻ 6 വർഷം, ചന്ദ്രൻ 10 വർഷം, ചൊവ്വ 7 വർഷം, രാഹു 18 വർഷം എന്നിങ്ങനെയാണ് ഇവരുടെ ദശാകാലം ഉള്ളത്. ഉത്രട്ടാതി നക്ഷത്രം ഒരു ഉന്നാളല്ല. ശുഭകർമ്മങ്ങൾക്ക് ഒന്നും തന്നെ എടുക്കാറുമില്ല. മൃത്യുദോഷത്തിൽ പിണ്ടനൂൽ ദോഷവും വസുപഞ്ചക ദോഷവും ഉണ്ട്. പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നക്ഷത്രത്തിൽ മരണം നടന്നാൽ തീർച്ചയായിട്ടും പരിഹാര കർമ്മം ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ വീട്ടിൽ ഉൾപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ഉൾപ്പെട്ടവർക്കൊക്കെ തന്നെ ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഒരുപാടുണ്ട്. പൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ആൾ ഇടവിട്ട് സുഖം അനുഭവിക്കുന്നവനായിരിക്കും. സർക്കാർ ജോലി ലഭിക്കാൻ യോഗമുള്ളവരായിരിക്കും. ഈ സർക്കാർ ജോലിയിൽ നിന്ന് തന്നെ വളരെയധികം ധനം സമ്പാദിക്കുന്നവനായിരിക്കും. ധനത്തിന് വേണ്ടി പരവഞ്ചന ചെയ്യുന്നവനായിരിക്കും. മറ്റുള്ളവർക്ക് സഹായത്തോടുകൂടി ധനമൊക്കെ കിട്ടുകയാണെങ്കിൽ കൂടുതൽ അവർക്ക് കൊടുക്കത്തൊന്നുമില്ല. കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് സഹായമൊന്നും തിരിച്ച് ചെയ്യത്തില്ല. തർക്കശീലം ഉള്ളവനായിരിക്കും. ദീർഘായുസ്സുള്ളവനായിരിക്കും. കോപിയായിരിക്കും. വളരെ കോപമുള്ളവനായിരിക്കും. അതുപോലെ തന്നെ വളരെയധികം കോപിക്കുകയും ചെയ്യും. ഉടനെ തന്നെ ശാന്തനാകുകയും ചെയ്യുന്നതാണ്. ദുഃഖം സഹിക്കുകയും വളരെയധികം ദുഃഖത്തോടു കൂടിയുള്ള ഒരു ജീവിതം നയിക്കുന്നവരായിരിക്കും. ഇവർക്ക് നേതൃത്വ ഗുണത്തോടുകൂടി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം വളരെയധികം ഉന്നതിയിലെത്തിക്കാനും അവർക്ക് പറ്റുകയും ചെയ്യും. കഷ്ടതകൾ അനുഭവിച്ചാന്നേലും അവർ ജീവിക്കുന്നവരായിരിക്കും. മാതാപിതാക്കളെ നോക്കുകയൊക്കെ ചെയ്യാനുള്ള ഒരു യോഗമുള്ളവരൊക്കെ ആയിരിക്കും. ഒരു 42-44 വയസ്സ് വരെയൊക്കെ എന്ന് വെച്ചാൽ ഇവർക്ക് ശുക്രദശയാണ്. ഇവരുടെ ശുക്രദശ വളരെയധികം അങ്ങ് സന്തോഷത്തിലേക്ക് കൊണ്ടുപോവുകയും വഴിവിട്ട വരെ ജീവിതത്തിൽ അടിമപ്പെടാനൊക്കെ ഒരു യോഗമൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ശുക്രദശ കാലമൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ശുക്രദശ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു 6 വർഷത്തേക്ക് ആദിത്യദശ വരുന്നുണ്ട്. ആദിത്യദശയിൽ ഒരുപാട് അലച്ചിലും വിഷമതകളും ഒക്കെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടു. പിന്നീട് 10 വർഷം ചന്ദ്രനാണ്. ചന്ദ്രനും പക്ഷബലമുള്ള ചന്ദ്രനൊക്കെ ആണെങ്കിൽ വളരെ നല്ല ഗുണഫലങ്ങൾ കിട്ടുകയും സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതമൊക്കെ ഉണ്ടാകാനും വസ്തു വാഹനാദികളും ഒക്കെ വന്നു കയറാനും നല്ല ജോലി, സമാധാനം, ഐശ്വര്യമൊക്കെ കിട്ടാനൊക്കെ ഒരു യോഗം കാണുന്നുണ്ട്. എന്നാൽ ഈ ചന്ദ്രദശ കഴിഞ്ഞാൽ ഉടനെ തന്നെ 7 വർഷത്തേക്ക് ചൊവ്വാദശ തുടങ്ങും. ചൊവ്വ എന്ന് പറയുന്നത് വളരെ ദുരിതം തരുന്നൊരു കാലഘട്ടമാണ് 7 വർഷം. മാനസികമായിട്ടുള്ള വിഷമതകളും ഡിപ്രഷന്, അടക്കാൻ പറ്റാത്ത കോപം, വളരെ ദുരിതം വിതയ്ക്കുന്ന ഒരു കാലഘട്ടം. മാനസികമായിട്ടും മറ്റുള്ള ശത്രുക്കൾ ഉണ്ടാകുക, എല്ലാവരും ഒറ്റപ്പെടുകയും വഞ്ചന അനുഭവിക്കുകയും കളവ്, വഞ്ചന, ചതുവ ഇതിലെല്ലാം ചെന്നുപെടാനൊക്കെ ഉള്ളൊരു യോഗ കാലഘട്ടമാണ് 7 വർഷം ചൊവ്വ തരുന്നത്. ജാതകത്തിലെ സ്ഥിതി നല്ലതാണെങ്കിൽ പോലും രുചകയോഗമൊക്കെ ഉണ്ടെങ്കിൽ പോലും ചൊവ്വ അത്ര നല്ലതല്ല. ചെറിയ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു നന്മ കിട്ടുന്നതല്ലാതെ ചൊവ്വ 7 വർഷം എന്ന് വെച്ചാൽ വളരെ ദുരിതപൂർണമായ കാലയളവ് തന്നെയായിരിക്കും.
18 വർഷം രാഹുർദശ. ഈ രാഹു ജാതകത്തിൽ നല്ല സ്ഥിതിയാണെങ്കിൽ നല്ല ഗുണങ്ങൾ തരുകയും അതിനോടൊപ്പം തന്നെ മാനസികമായിട്ട് ഉള്ള വിഷമതകളും തരും. അഥവാ രാഹു മോശസ്ഥിതിയിലെങ്ങാനോ ആണുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു യോഗമാണ് കാണുന്നത്. 18 വർഷം ഇത് അനുഭവിക്കണം. അപ്പം ചൊവ്വയുടെ ഒരു 7 വർഷവും രാഹുവിൻ്റെ 18 വർഷവും ആകുമ്പോൾ ഒരു 25 വർഷത്തേക്ക്. രാഹു നല്ലത് തരുന്ന രാഹു ആണെങ്കിൽ വസ്തു വാഹനാദികൾ, ലോട്ടറി ഭാഗ്യം, അതുപോലെ ഊഹക്കച്ചവടത്തിൽ വിജയം, ഷെയർ മാർക്കറ്റിൽ വിജയം, അങ്ങനെയൊക്കെയുള്ള നല്ല ഫലങ്ങളും തരും. ബാങ്ക് ലോണുകളൊക്കെ തരും. പക്ഷെ അതുപോലെ തന്നെ ടെൻഷൻ തരും നല്ല സ്ഥിതി ആണെങ്കിൽ. ഇല്ലാത്തതാണെങ്കിലോ ഒന്നും തരുത്തുമില്ല, ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. അങ്ങനെയൊക്കെ ഇപ്പം ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 16 വർഷത്തെ വ്യാഴം വളരെ പരമമായ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധി എല്ലാം കിട്ടുന്നൊരു കാലഘട്ടമായിരിക്കും. പക്ഷെ ഇത് അനുകൂലമല്ലാത്തവർ എത്രയോ പേരുണ്ട്. ഈ രാഹുവിൻ്റെ ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് അതേപോലെ തന്നെ വ്യാഴത്തിലും ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ജാതകം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ളൊരു വിഷമതകൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടുന്ന രീതിയിലുള്ള പരിഹാര ക്രിയകൾ ചെയ്യുക. കഴിവതും നമ്മൾ തന്നെയാണ് ഇതെല്ലാം വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടതൊക്കെ. കാരണം രാഹുർദശ കഴിഞ്ഞിട്ട് വ്യാഴം തുടങ്ങിയിട്ട് നമുക്കൊരു ഗുണവും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. രാഹുർദശയാണെന്ന് വിചാരിച്ചിട്ട് ഭയന്നിരിക്കേണ്ട കാര്യമൊന്നുമില്ല. രാഹുർദശയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സന്തോഷകരമായിട്ട് ജീവിക്കാനും പറ്റും. ഇത് അറിയണം. നമുക്ക് രാഹുർദശയാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അതിൻ്റെ ദോഷഫലങ്ങൾ ആണെന്ന് അറിഞ്ഞിരിക്കണം. ആ ദോഷഫലങ്ങൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത് കൊണ്ട് നമ്മൾ ശ്രദ്ധയോടുകൂടി ഓരോ നിമിഷവും മുന്നോട്ട് വെക്കണം. നമുക്കറിയാം നമുക്കിതുപോലുള്ള വിഷമം അറിഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യമാകുമ്പോൾ നമ്മളത് പ്രതീക്ഷിച്ചല്ലേ സ്വീകരിക്കുന്നത്. അപ്പം വലിയ കാഠിന്യം കാണത്തില്ല, കാഠിന്യം ഫീൽ ചെയ്യത്തില്ല, മനസ്സിൽ ഉണ്ടായാൽ പോലും ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ട് ഏത് വിഷയത്തെക്കുറിച്ചും അറിയാൻ ശ്രമിക്കുക. അതാണ്. ഇപ്പം വ്യാഴദശ കഴിഞ്ഞാൽ പിന്നെ